മനസ്സിലാക്കുന്ന വിലാപയാത്ര ആലപ്പുഴ എത്താൻ കണക്കാക്കുന്ന ഒരു സമയം ഒരു 11 മണിക്കൂറാണ്. പുലർച്ചെ 1 മണിക്ക് ആലപ്പുഴ എത്തുമെന്നാണ് പ്രതീക്ഷ. ആലപ്പുഴ ജില്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും കൂടി ഇന്ന് പൊതു അവധിയാണ്, നാളെയും കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്ത വലിയ ഒരു സമര തേജസ്സിന് യാത്ര അയക്കുന്നു കേരളം എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ സങ്കടകരമായ വാർത്ത. നമുക്കറിയാം VS എന്ന ദ്വയാക്ഷരി അത് സമരത്തിൻ്റെ വിലാസമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോകുമെന്ന് നമ്മൾ വിട്ടുപോകില്ല എന്ന് കരുതിയിരുന്നവരല്ല നമ്മളാരും. പക്ഷേ അദ്ദേഹം വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ സമര കേരളത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത, വല്ലാത്തൊരു നിസ്സംഗത അനുഭവപ്പെടുന്നു എന്ന കാര്യം സത്യവുമാണ്. ശ്രീത്ത് കുടിച്ചിരുന്നു. ശ്രീത്ത്, ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് കൃത്യമായി തന്നെ പാലിക്കാൻ ഇത് പാർട്ടിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി സമയം 11 മണിക്കൂർ എടുത്ത് ആലപ്പുഴ എത്തും എന്നുള്ളതാണ് ഒരു കണക്കാക്കൽ. ഓരോരോ പോയിന്റുകളിൽ അധികം സമയം വൈകാതെ തന്നെ ആലപ്പുഴയിലേക്ക് എത്തുക എന്നുള്ളതാണ് ദൗത്യം. നമുക്കറിയാം ഈ പോകുന്ന വഴികളൊക്കെ VSന്റെ തട്ടകമാണ്. VSന്റെ തട്ടകമല്ലാത്ത നാടേത് എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. പക്ഷേ ഈ പോകുന്ന വഴികളൊക്കെ VSുമായി നേർക്കുനേർ ബന്ധമുള്ള നേരനുഭവങ്ങൾ ഒരുപാട് മനുഷ്യർ VSനെ കാണാൻ കാത്തിരിക്കുന്ന സമയമാണ്, സ്ഥലങ്ങളാണ്. ഓരോ പോയിന്റിലും കൃത്യസമയം കൊണ്ട് ആ പോയിന്റിലെ സമയം മറികടന്ന് പോകാൻ കഴിയും എന്ന പ്രതീക്ഷ വേണോ യഥാർത്ഥത്തിൽ ശ്രീത്ത്? ഹാഷ്മി, 2 മണിക്ക് വിലാപയാത്ര ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച് ഈ കാര്യവട്ടം കഴക്കൂട്ടം വഴി കൊല്ലം വഴി ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 11 മണിക്കൂർ സമയമാണ് ആലപ്പുഴയിൽ എത്തിച്ചേരാൻ എടുക്കുമെന്ന് കണക്കാക്കിയിരിക്കുന്നത്. അതായത് നാളെ പുലർച്ചെ 1 മണിയോടുകൂടി ആലപ്പുഴയിൽ എത്തുന്ന തരത്തിലാണ് വിലാപയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വിലാപയാത്രയുടെ ദൈർഘ്യം ഇതിലും നീളാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ കേന്ദ്രങ്ങളിലും, അതായത് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രങ്ങൾക്ക് പുറമെ ആളുകൾ കൂട്ടമായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വണ്ടി 1-2 മിനിറ്റോ ആളുകൾക്കൊന്ന് കാണാനും അന്തിമാഞ്ജലി അർപ്പിക്കാനുമായി നിർത്തിക്കൊടുക്കാം എന്നൊരു ധാരണ CPM നേതൃത്വമുണ്ട്. അല്പം മുമ്പ് സംസാരിച്ച CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് MLA യും അതുതന്നെയാണ് പറഞ്ഞത്. 11 മണിക്കൂറെടുത്ത് ആലപ്പുഴയിൽ എത്താനാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ നിശ്ചയിച്ച ആദരാഞ്ജലി അർപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക് പുറമെ മറ്റ് സ്ഥലങ്ങൾ കൂടി ആൾക്കൂട്ടമുണ്ടെങ്കിൽ അവിടെയെല്ലാം കൊടുക്കാമെന്ന ധാരണയുണ്ട്. ഇവിടെയും 2 മണി വരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ അതിനുമപ്പുറത്തേക്ക് ആളുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ 2ആയും നടക്കുന്ന ക്യൂ മാറ്റി ഒരുമിച്ച് ആളുകളെ കയറ്റിവിടുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകും. വളരെ പെട്ടെന്ന് കണ്ടിറങ്ങാവുന്ന സ്ഥിതിയിലേക്ക് ക്രമീകരിക്കും. ഇവിടെ വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ക്രമീകരണം നടന്നതുകൊണ്ടാണ് ഇത്ര വലിയൊരു ആൾക്കൂട്ടം ഇവിടെ വന്നിട്ടും അതൊരു വലിയ ക്രൗഡായി തോന്നാത്തതും അത്ര വലിയൊരു തിക്കിത്തിരക്ക് ഇവിടെ ഉണ്ടാകാത്തതും. അത്രയ്ക്ക് നല്ല ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. 2 വശങ്ങളിലായി ആളുകൾക്ക് ക്യൂ പാലിച്ച് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ വരുന്ന ആളുകളെ അധിക സമയം ഈ മൃതദേഹത്തിനകത്ത് അടുത്ത് നിർത്താതെ അവരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറക്കാനുള്ള വഴിയും ക്രമീകരിച്ചിരുന്നു. ഇത്തരത്തിൽ നല്ല ക്രമീകരണം നടത്തിയതുകൊണ്ടാണ് വലിയ ഓവർ ക്രൗഡായിട്ട് ഇവിടെ തോന്നാറുന്നത്. എന്നാൽ വലിയ തോതിലുള്ളൊരു ജനസഞ്ചയം VSന് അന്തിമാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിയിരുന്നു. അത്തരം ആളുകൾ ഇനിയും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ക്യൂവിനൊരല്പം കുറവുണ്ട്. ആളുകളുടെ ഒഴുക്ക് കുറഞ്ഞു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ ആളുകളുടെ ഒഴുക്ക് 2 ഗേറ്റിലും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 മണിവരെ ഈ പൊതുദർശനത്തിന് ഇവിടെ വെക്കും. അത് മുൻ തീരുമാനപ്രകാരം കാര്യങ്ങൾ കൃത്യമായി തന്നെ നടത്താനാണ് ധാരണ. VS അവിടെ നിന്ന് 2 മണിക്ക് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിക്കും. ഇവിടെ നിന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ടുറോഡ്, കണിയാപുരം, മംഗലപുരം, ആറ്റിങ്ങൽ, അങ്ങനെ കടമ്പാട്ടുകോണം വഴിയാണ് തിരുവനന്തപുരം അതിർത്തി പങ്കിടുന്നത്. അവിടെ വരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കായിരിക്കും ഓരോ കേന്ദ്രങ്ങളിലെയും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘാടക ചുമതലയുള്ളത്. അതിന് മേൽനോട്ടം വഹിച്ച് തിരുവനന്തപുരം ജില്ലയിലെ CPIM നേതാക്കൾ എല്ലാവരും ഉണ്ടാകും. ഒപ്പം മന്ത്രിമാരടക്കമുള്ള ആളുകൾ, CPIM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ വിലാപയാത്രയെ അനുധാവനം ചെയ്തുകൊണ്ട് ആലപ്പുഴയ്ക്ക് പോകും. പുലർച്ചെ 1 മണിയോടെ ആലപ്പുഴ എത്തുന്ന തരത്തിലാണ് ക്രമീകരിക്കുന്നത്.